അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഫസ്മിന സാക്കിറിന്റെയും ലല്ലുവിന്റെയും വിഷയം തന്നെയാണ്. ഇത് കാണാൻ താല്പര്യമില്ലാത്തവർ എന്തായാലും സ്കിപ്പ് അടിച്ചു പോകേണ്ടതാണ്. കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ നിന്ന് കാണുക. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ഓരോ വീഡിയോകൾ റിയാക്ട് ചെയ്യുന്ന ഒരു ചാനലാണിത്. കഴിവതും ഞാൻ പല രീതിയിലുള്ള കണ്ടന്റുകൾ ചിലത് എടുക്കാറില്ല, വിട്ട് കളഞ്ഞു. പക്ഷെ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എനിക്ക് അത്ര നല്ലത് എന്ന് തോന്നുന്ന, വ്യൂവേഴ്സ് കാണുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതങ്ങ് വിട്ടുകളയും. അപ്പൊ കുറച്ചു പേർക്ക് ഈ ഒരു കണ്ടന്റ്, ഫസ്മിന സാക്കിറിന്റെയും ലല്ലുവിന്റെയും കണ്ടന്റ് ഇഷ്ടമല്ലെന്നറിയാം. പക്ഷെ വേറെ കുറച്ച് മെജോറിറ്റി ആൾക്കാർക്കും ഈ ഒരു വിഷയം എന്താണ് ഇനി ഉണ്ടാവുന്നത് എന്നറിയാൻ താല്പര്യം ഉള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും ഇങ്ങനെ ഇത് അടുത്ത എപ്പിസോഡ് എന്തായി എന്നറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഓരോ യൂട്യൂബേഴ്സ് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്മിനയോട് ചോദിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ അത് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിപ്ലൈ എന്നോണം ആണെന്ന് തോന്നുന്നു ഫസ്മിന സാക്കിർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്റ്റോറി, ഫസ്മിന അതിന് റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റോറിയാണ് പിന്നെ ഇട്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഫ്രൈഡേ ചെയ്യുമെന്നാ പറയുന്നത്, വീഡിയോ ഫ്രൈഡേ ഇടുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു സ്റ്റോറിയുടെ ഉള്ളടക്കം അതാണ്. ഫോർ ഓൾ ദ ക്വസ്റ്റ്യൻസ്, അലഗേഷൻസ് ആൻഡ് എവരിത്തിങ് ഇൻ ബിറ്റ്വീൻ, ഐ വിൽ ബി പോസ്റ്റിംഗ് ഫ്രം ഫ്രൈഡേ ആൻഡ് കൺക്ലൂഡിംഗ് ദിസ് മാറ്റർ. ദിസ് ഡിസേർവ്സ് ക്ലോഷർ. അപ്പൊ പുള്ളിക്കാരി പറയുന്ന ഈ ഒരു ചാപ്റ്റർ ക്ലോഷർ ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ലല്ലുവിനോട് അങ്ങോട്ട് ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചിപ്പോ ആൾക്കാരെല്ലാം മനസ്സിലാക്കി ഈ ഫസ്മിനയുടെ ഓരോ ക്യാരക്ടർ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് യൂട്യൂബ് തന്നെ നിർത്താൻ പോണെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ലല്ലുവിന്റെ കാര്യങ്ങൾ പറയാനായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ലല്ലുവിന്റെ മാത്രമല്ല, സഫയുടെ ആണെങ്കിലും മെഹനാസിന്റെ ആണെങ്കിലും ആരുടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം കാര്യങ്ങൾ പറയാനായിരുന്നു പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ്. പക്ഷെ പുള്ളിക്കാരിക്ക് നേരെ ഒരാളെ തിരിഞ്ഞപ്പോ പുള്ളിക്കാരിയുടെ മൈൻഡ് ഡൗൺ ആയി. അപ്പൊ ഫ്രൈഡേ ഫസ്മിന വരാൻ പോകുന്നത് ഇത് ഈ ഒരു രീതിയിലായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ലുക്കിലൊക്കെ ആയിരിക്കും ഫസ്മിന വരുന്നത്. അപ്പോ മിക്കവാറും ഈ രീതിയിലായിരിക്കും ഫസ്മിന സാക്കിർ വരാൻ പോകുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ മാറ്റി പിടിക്കാനും ചാൻസ് ഉണ്ട്. ശരിക്കും ഫസ്മിനയുടെ ഈ കരച്ചിൽ കണ്ട് സഹതാപം തോന്നുന്ന കുറെ ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിൽ കരഞ്ഞുകൊണ്ട് വരാനായിരിക്കും ചിലപ്പോൾ ചാൻസ്. കാരണം എന്താന്ന് വെച്ചാൽ പുള്ളി ആകപ്പാട് തകർന്ന് തരിപ്പണമായി. കാരണം കള്ളങ്ങള് കുറെയൊക്കെ പൊളിഞ്ഞല്ലോ. ആ ഒരു ഇത് കൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങനത്തെ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഫസ്മിന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്ന കരച്ചിലാണ്. ഈ കരച്ചിൽ കാണുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് അതിനകത്ത് വീണ് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിസറിൻ പോലും വേണ്ട ഫസ്മിനയ്ക്ക് കരയാൻ. അപ്പൊ ഇത് ഫസ്മിനയുടെ അക്കൗണ്ടിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഫസ്മിനയുടെ കരച്ചിൽ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. തലകുത്തി നിന്ന് കരയും, നിന്നോണ്ട് കരയും, ഇരുന്നോണ്ട് കരയും, അങ്ങനെ പല രീതിയിലുള്ള കരച്ചിലുകൾ കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ ഫസ്മിന എന്ന് പറയുന്നത്. അത് ഈ ഫസ്മിനയുടെ റീൽസും കാര്യങ്ങളും അക്കൗണ്ടും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാവും. അപ്പോ വെള്ളിയാഴ്ച ഫസ്മിന മിക്കവാറും കരച്ചിലും കൊണ്ടുവരാനാണ് സാധ്യത. ഫസ്മിനയുടെ ഫാൻസുകാർക്ക് എന്തായാലും ഈ ഇതൊരു വെള്ളിയാഴ്ച ആകാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും. കാര്യം എന്ത് തരത്തിലുള്ള വീഡിയോ ആയിരിക്കും വരുന്നത്, കരഞ്ഞുകൊണ്ടായിരിക്കും ആ പാവം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷനിൽ ഇരിക്കുന്ന ഫാൻസുകാരും ഉണ്ട്. അല്ല, ഈ ക്ലോഷർ ചെയ്താൽ ഇവർക്ക് ഭയങ്കര നഷ്ടമല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പം ഇതെന്താണ് ഇത് ക്ലോഷർ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോ ഇനി ഫസ്മിന റിയാക്ഷൻ ചെയ്ത് ഇനി വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിന റിയാക്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ആയിരിക്കും അവതാളത്തിലാകാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഫസ്മിനയുടെ വീഡിയോ കണ്ടിട്ടാണ് ബാക്കിയുള്ള
റിയാക്ഷൻ ചാനലുകാരൊക്കെ എടുത്ത് ഫസ്മിനയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്മിന വീഡിയോ റിയാക്ട് ചെയ്തെല്ലാം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സങ്കടകരമായി പോകും. പക്ഷെ ഈ ഒരു സംഭവം ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു. കാര്യം ഫസ്മിന ഒരു വീഡിയോ ആയിട്ട് വരും, റിയാക്ട് ചെയ്യും. അത് നേരെ പിന്നെ സഫ എടുത്ത് വീഡിയോ ചെയ്യും, സഫ റിയാക്ട്. പക്ഷെ എല്ലാവർക്കും നല്ലൊരു കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ലല്ലൂനാണെങ്കിലും ലല്ലൂന് കുറെ ഇന്റർവ്യൂ കിട്ടി അത് കാരണം. പിന്നെ അതുപോലെ തന്നെ സഫയ്ക്കാണെങ്കിലും കുറെ കണ്ടന്റ് കിട്ടി. ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള കണ്ടന്റ് കിട്ടി. നമ്മളെ പോലെ ഉള്ള പാവം റിയാക്ടേഴ്സിനും നല്ല കണ്ടന്റ് കിട്ടി. ശരിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് ഫസ്മിനയ്ക്കുള്ളത്, വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ സമയമാണിത്. അത് നിർത്തി എന്തായാലും ഫസ്മിന പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ചാകരയാണ് ഫസ്മിനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ നാറിയ കാര്യം വിറ്റാണെങ്കിലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് നമ്മുടെ ഫസ്മിനയും സഫയും അതുപോലെ തന്നെ ലല്ലു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഫസ്മിന ഈ ലല്ലുവിനെ കുറിച്ച് ലല്ലുവും ആള് നല്ല പുള്ളിയൊന്നും അല്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ലല്ലുവിനെ കുറിച്ചുള്ള എല്ലാ അപരാധവും പറഞ്ഞ് അവന്റെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഓരോ വീഡിയോസും എല്ലാം ടെലിഗ്രാം ചാനലിലൂടെ ഓരോ വൃത്തികെട്ട വീഡിയോസ് വരെ അവന്റെ അത് അവള് ഫസ്മിന ഇത്രയൊക്കെ കാണിച്ചിട്ടും ലല്ലു വന്ന് ഒരു ഇന്റർവ്യൂവിൽ വന്ന് പിന്നെ സ്ക്രീൻഷോട്ട് അതോ അവളിട്ട വീഡിയോയില് 2-3 സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി അങ്ങ് അടങ്ങി. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഈ ഫസ്മിന പറയുന്ന ട്രോമ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഫസ്മിന ഈ ലല്ലുവിന്റെ കാര്യം പറയുന്നത്, ലല്ലു തേച്ചിട്ട് പോയി, എന്നിട്ട് ലല്ലുവായിട്ട് ഭയങ്കര ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലല്ലു പിന്നെ നമ്മുടെ ഫസ്മിന തന്നെ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ലല്ലു തേച്ചിട്ട് പോയ സമയത്ത് ലല്ലുവിന് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അവൻ വയ്യാണ്ട് 1 മാസം കിടന്നപ്പോഴത്തേക്ക് ശുശ്രൂഷിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെയാണ്, എന്നിട്ടും അവൻ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ പോയിട്ട് ഇത്ര ഭയങ്കര ട്രോമയിലാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഡിവോഴ്സ് പോലും ആയിട്ടില്ല. ഡിവോഴ്സ് ആവാതെ തന്നെ ഈ ഫസ്മിന വേറൊരുത്തനുമായിട്ട് പരിപാടിയൊക്കെ നടത്തിയതിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറിക്കകത്ത് എഴുതി വെച്ചു. അതാണ് ഇപ്പൊ നമ്മുടെ ലല്ലു വന്ന് കാണിച്ചത്. എന്നിട്ട് IPL കഴിച്ച കാര്യം വരെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഇതാണോ ഈ പറഞ്ഞ ട്രോമ? എന്ത് തരം ട്രോമയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ജെ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെട്ടിട്ടില്ല. എന്തായാലും അതും പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്മിന അങ്ങനെയുള്ള ഒരാളാണല്ലോ, എല്ലാ തെളിവുകളും വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം. ശരിക്കും ഞാനൊരു കാര്യം പറയാം, ഈ ലല്ലുവിനെ പോലൊരു ഹസ്ബൻഡാണ് ഉള്ളതെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ഒരു ട്രോമ എന്തായാലും ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ടതാണ്. പിന്നെ പുരുഷന്മാരെ തന്നെ വെറുത്തു പോകും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. IPLന്റെ എണ്ണം കൂടിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ ചിലരെ കമന്റ്സിൽ ചോദിക്കുന്നുണ്ട് ഈ IPL എന്ന് പറയുന്ന സാധനം എന്താന്ന്. IPL അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, ചില സാഹചര്യങ്ങളിൽ ലേഡീസ് കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. കാരണം വയറ് വീർക്കുന്നതിന് കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ IPL എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, കാര്യം അങ്ങനെ വയറ് വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് IPL. ശരിക്കും ഞാൻ ലല്ലുവിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. കാര്യം അവൻ അത് അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവന്റെ സ്വഭാവം വെച്ച് അവൻ അത് അർഹിക്കുന്നുണ്ട്. അപ്പോ ഈ ഫസ്മിനയോട് എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്മിനയോട് നല്ല രീതിയിലുള്ള ഒരുപാട് വീഡിയോ ഫസ്മിനയുടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്മിന ഈ പകുതി കാര്യങ്ങൾ മറച്ചു വെച്ച് ബാക്കി പകുതി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോഴാണ് നമ്മുടെ ആ ഒരു ഫസ്മിനയെ തന്നെ വെറുത്തു പോയത്. ഇതിപ്പം ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ വന്നിട്ടില്ല. അത് വരാത്തതുകൊണ്ട് നമുക്ക് ഇനി എന്താണോ ഏതാണെന്നൊന്നും അറിയത്തുമില്ല. പക്ഷെ ഇപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫസ്മിനയെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അവൾക്ക് വേണ്ടി നല്ല വീഡിയോസ് ഒക്കെ അവൾക്ക് നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നുക. കാര്യം ഇത്രയും കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കിയ പരിപാടി, അത് വളരെ മോശമായി പോയി. പക്ഷെ ഇനിയിപ്പം ഫ്രൈഡേ വരുന്നെന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല സത്യങ്ങൾ വിളിച്ചു പറയാനാണ് വരുന്നതെങ്കിൽ ഓക്കെ, നല്ല സത്യസന്ധമായിരിക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇവരുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണ്. കാര്യം ഇങ്ങനെ നാണം കെട്ട് നാറി എന്തൊക്കെ കാര്യങ്ങൾ, എത്ര പേരുമായിട്ടുള്ള കാര്യങ്ങൾ, IPL കഴിക്കുന്ന കാര്യം, സെക്സ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം, എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വീട്ടുകാരും കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ലല്ലുവിന്റെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ഫസ്മിനയുടെ ആ ആവേശം കുറഞ്ഞത് കേട്ടോ. അതിലൊരു സംശയമില്ല. അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇട്ടേണ്ടിരുന്ന ആളാണ്. എന്തോ ഒരു ഉത്സാഹമായിരുന്നു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ ഉത്സാഹമൊന്നും കാണുന്നില്ല. അപ്പോ ഫസ്മിനയുടെ ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്ന വീഡിയോയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം.
പ്രഗ്നൻസിയെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് ലല്ലു പറഞ്ഞത് അത് പച്ച നുണയാണെന്ന് ഫസ്മിന തെളിയിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫസ്മിനായ ഉടായ്പാണ്, ലല്ലു ഉടായ്പാണ്. ഇവര് പറയുന്നതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഫസ്മിന തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് ഈ ലല്ലു പലതരത്തിലുള്ള കൊള്ളരുതായ്മകളും കാണിച്ചിട്ടുണ്ട്. ഇത്രയും സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് പറയുമ്പോൾ ഈ ഫസ്മിനാക്ക് തന്നെ അറിയാം ഇവൻ ആകെ കൊള്ളരുതാത്തവനാണെന്നുള്ള കാര്യം. എന്നിട്ട് എന്തിന് ഇവനെ തന്നെ നീ കല്യാണം കഴിച്ചു? ഫസ്മിന എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഫസ്മിനയോട് ഒരു താല്പര്യവും ലല്ലുവിനില്ല. അന്നത്തെ വീഡിയോ ആണെങ്കിലും ഇന്നത്തെ വീഡിയോ ആണെങ്കിലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫസ്മിനയോട് ഒട്ടും താല്പര്യമില്ല ലല്ലുവിന്. എന്നിട്ട് എന്തിനാണ് ഫസ്മിന ലല്ലുവിനെ കല്യാണം കഴിച്ചത്? ലല്ലു പറഞ്ഞായിരുന്നല്ലോ ഫസ്മിന പ്രഗ്നന്റ് ആയിരുന്നു, എന്നിട്ട് അത് എന്റെ തലയിലോട്ട് ചാർത്താൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി അതിനി സത്യമാണോ എന്ന് എല്ലാവരും സംശയിക്കും. ഞാൻ സംശയിക്കുമെന്നല്ല പറയുന്നത്, ചിലപ്പം എല്ലാവരും സംശയിക്കും. അങ്ങനെ ഒരു കാര്യം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്മിന അത് തെളിയിക്കേണ്ടതാണ്. അല്ല, തെളിവുകൾ സഹിതം ഈ സ്ക്രീൻ റെക്കോർഡ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഉള്ള ഓരോരോ തെളിവുകൾ സഹിതം സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഫസ്മിന. അപ്പൊ അങ്ങനെ തെളിയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഫസ്മിനയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രൂഫ് നിരത്തൽ വീഡിയോ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഫസ്മിന പറയുന്നത് ആ വീഡിയോ, മറ്റേ ഒരു വീഡിയോ ഇല്ലേ ഡയറിയുടെ വീഡിയോ, ആ ഡയറിയുടെ വീഡിയോ വന്നതിന് ശേഷം ഫസ്മിന പറഞ്ഞു ഞാനൊന്നും ഇനി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. എക്സൈറ്റഡ് അല്ലേ എല്ലാം അറിയാൻ വേണ്ടിയിട്ട്, എല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുമെന്നുള്ള രീതിയിലാണ് ആ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും അതും പ്രതീക്ഷിക്കാം. ആ ഒരു ഡയറിയുടെ കാര്യത്തില് അതിനകത്ത് എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ അപരാധത്തെ പറ്റി ക്ലാരിഫൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരാണ് ജെ എന്നുള്ള കാര്യവും ആരാണ് ആ ഒരു വ്യക്തി എന്നുള്ള കാര്യം തെളിയിക്കണം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലല്ലു പറയുന്നത് നീ സൈക്യാട്രിസ്റ്റ് മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ കാര്യവും തെളിയിക്കണം. ആ ലല്ലു ആ ഒരു ഇന്റർവ്യൂവിന് ആ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, എന്താ മെഡിസിൻ കഴിക്കുന്നതിന്റെ ഓരോ പറയും. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഹോസ്പിറ്റലിലെ കാര്യം അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിടാൻ പാടില്ല. പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ള കോളാണോ അല്ലേ എന്നുള്ളത് കാര്യം ഒന്ന് തെളിയിക്കണം. പിന്നെ ഈ സൈക്യാട്രിസ്റ്റ് മെഡിസിൻ കഴിക്കുന്നവരെല്ലാം ഞാൻ ഒരു ഭ്രാന്തന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കടമ ഫസ്മിനയ്ക്കുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഫസ്മിന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഉള്ള ഒരു Q&A. കട്ട് പോലും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു Q&A ഫുൾ വീഡിയോ അത് ഞാനും ഫുള്ള് കണ്ടതാണ്. കട്ട് പോലും ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ളത് അങ്ങനെ തന്നെ ഇട്ട്, അത് സ്വന്തം ഭാഗം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ചെയ്തതാണ്. പക്ഷെ നേരെ പുള്ളിക്കാരിയുടെ വലക്കോട്ടാണ് അത് വന്നത്. പുള്ളിക്കാരി പറയാൻ ശ്രമിക്കുന്നത്, പിന്നെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ലല്ലു ഓളിയാണ്, ലല്ലു ഭൂലോക ഉടായ്പാണ്, ലല്ലു എന്താണ് സ്ത്രീലമ്പടനാണെന്നൊക്കെ തെളിയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഓൾറെഡി അത് നേരത്തെ തെളിഞ്ഞതുമാണ്. പക്ഷെ ജനങ്ങൾക്ക് അവൻ കോഴിയാണോ അവൻ ഉടായ്പാണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല, ഓൾറെഡി അത് അറിഞ്ഞ കാര്യമാണ്. ഫസ്മിന ഉടായ്പാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാരണം ഫസ്മിനയുടെ കാര്യമാണല്ലോ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഫസ്മിന ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഫസ്മിനയുടെ വീഡിയോയിൽ ഫസ്മിനയെ സ്വന്തമായിട്ട് സ്വയം പുണ്യാളത്തിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ഫസ്മിന പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഫസ്മിന കുറെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് തെളിവായിട്ട് നിരത്തി വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ലല്ലുയുടെ ആ ഇന്റർവ്യൂലാണ് ഫസ്മിന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങിയത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്മിനയ്ക്ക് ഒന്നും മിണ്ടാനില്ല, മനസ്സിലായോ? അപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവര് ഫസ്മിനയുടെ ആ Q&A ഒന്നും എടുത്ത് നോക്കണം. എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഫുൾ അഭിനയമാണ്. കാര്യം അത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഇവള് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവള് കട്ട് ചെയ്തിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. കോൺസെപ്റ്റിലുള്ള പാർട്ട്ണർ ഇപ്പോഴത്തെ പാർട്ട്ണറായിട്ട് ബന്ധമുണ്ടോന്ന്, അതായത് നിന്റെ കോൺസെപ്റ്റിലൊരു ഹസ്ബൻഡ് മനസ്സിലുണ്ടായിരുന്ന ആൾക്ക് നീയായിട്ട് ബന്ധമുണ്ടോ? മനസ്സിലുണ്ടായിരുന്ന ആള് മനസ്സിലങ്ങനെ കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നല്ല സ്നേഹമുള്ള ആളെ കെട്ടണമെന്നായിരുന്നു, സ്നേഹം പറ്റിക്കാത്ത ആളെ കെട്ടണമെന്നായിരുന്നു. കോൺസെപ്റ്റ് ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇല്ല, പറ്റിക്കാത്ത ആളെ കെട്ടണമെന്നായിരുന്നു പറയുന്നത്. എന്നാൽ പിന്നെ എന്തിന് ഈ ലോക ഉടായ്പായിട്ടുള്ള ഇവനെ കെട്ടി? എന്നിട്ട് ഇവള് ആ വീഡിയോയുടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ കള്ളം പറഞ്ഞു എന്ന്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവര് ഈ പുള്ളിക്കാരി പറ്റിക്കാൻ, ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ആള് ഇപ്പോഴും നമ്മളെ പറ്റിക്കുവാണെന്ന് എന്ത് ഉറപ്പ്? പറ്റിക്കത്തില്ലെന്ന് എന്ത് ഉറപ്പ്? കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി തന്നെ ഇതിനകത്തല്ല ഇപ്പൊ ഇത് സ്വയം വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അതും പറ്റിക്കലായിരിക്കാം. എനിക്ക് എന്നെക്കായി 2-3 വയസ്സ് കുറഞ്ഞ ആളെ കെട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാര്യത്തിലല്ലേ പറഞ്ഞത്. പിന്നെ
തമാശ എടുത്ത് കാര്യം പറ. അമ്മായി ചിരിക്കണ പോലെ ചിരിക്കാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞേ. ഗെറ്റിംഗ് ഹേർട്ട് ബട്ട് സ്റ്റിൽ ട്രൈങ് ടു ഹാവ് ലോ സീൻസ് ഇറ്റ് ഈസ് എ വീഡിയോ. അപ്പോ ലല്ലു പറയുന്നത് അവനിക്ക് പ്രായം കുറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു, പക്ഷെ 1 വയസ്സിന് മൂത്തത് നമ്മുടെ ഫസ്മിനെ. അപ്പൊ അതിന്റെ ചിരിയാണ് ഈ കണ്ടത്. മാരേജ് ലൈഫിൽ ഹാപ്പി ആണോ രണ്ടാളും? അപ്പോ ഫസ്മിന ഏത് രീതിയിലും അഭിനയിച്ചു കാണിക്കാൻ മിടുക്കിയാണ്. കാര്യം ഇവള് നല്ലതാണ് എന്നുള്ള കാര്യത്തില് അങ്ങനെ അഭിനയിച്ചു കാണിക്കുകയാണ്. പക്ഷെ ഈ വീഡിയോ എടുത്ത സമയത്ത് ലല്ലു റിയൽ ആയിട്ട് നിന്നു. ഫസ്മിനയുടെ അഭിനയം അവിടെ നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫസ്മിന ഈ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഫസ്മിന വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഫസ്മിനയെ വെളുപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പുണ്യാളത്തിയായിട്ട് ഫസ്മിന പുണ്യാളത്തിയായിരിക്കണം, ബാക്കിയുള്ളവരൊക്കെ ഉടായിപ്പോ. എല്ലാ വീഡിയോയിലും ആ ഒരു രീതിയിലാണ് ഫസ്മിന നിന്നത്. പക്ഷെ ലല്ലു പ്രതികരിച്ചു വന്ന സമയത്ത് ഗാലറി എതിരായിരുന്നപ്പോഴത്തേക്ക് സ്റ്റോറി ഇട്ടുകൊണ്ട് വന്നിരിക്കുക, ഞാൻ എല്ലാം നിർത്തി പോവുകയാണെന്ന്. ബാക്കിയും കൂടെ കാണും. പക്ഷെ അവന് പൊതുവെ നോക്കുമ്പോ ഹാപ്പിയാണ്. എനിക്കും വല്ല കുഴപ്പമില്ല, അങ്ങനെ പോണു. എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ പോണ്. ഹാപ്പി ആണെന്ന ചോദ്യം. ഹാപ്പിയാണെന്ന് വെച്ചാൽ ചില ടൈമിൽ ഹാപ്പിയാണ്, ചില ടൈമിൽ അങ്ങനെ പോണ്. ഒരു ആവറേജ് അത്രേ ഉള്ളൂ. ഞാനല്ലേ എന്ത് ഇങ്ങനെ സംസാരിക്കണേ? എങ്ങനെ സംസാരിക്കണേ? മാരേജ് ലൈഫിൽ ഹാപ്പി ആണ്, ഹാപ്പി ആണെന്ന് പറയണ്ടേ? ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ആവറേജ് എന്ന് പറഞ്ഞില്ല, എന്റെ ഉള്ളിലുള്ള കാര്യത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാരെന്താ വിചാരിക്കുന്നതിനോട്? ആൾക്കാർ എന്ത് വിചാരിച്ച് നിക്കുന്ന ആൾക്കാർ ഇത് കട്ട് ചെയ്തിട്ടാ നമ്മള് എന്താ പറയാ വീഡിയോക്ക് വേണ്ടിട്ട് ചെയ്യല്ലേ. അപ്പൊ നമ്മള് മനസ്സിലുള്ള കാര്യമല്ലേ പറയണ്ടേ. അപ്പൊ അനക്ക് മനസ്സിലാക്കി എനിക്ക് ചെയ്യാം. അനക്ക് മനസ്സിലാക്കി ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാപ്പി ആക്കാം, അത്രേ ഉള്ളു. അല്ലാതെ എനിക്ക് ഞാൻ ഹാപ്പി അല്ല, ഉള്ള കാര്യം പറയാലോ, ഞാൻ ഹാപ്പി അല്ല. ഈ ഉത്തരങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഫസ്മിന ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഫസ്മിനയുടെ ഒരു കാര്യം ചോദിക്കുവാണ്, അവന്റെ കൂടെ താമസിച്ചിട്ട് ഇത്രയും നാളെ അവന്റെ കൂടെ ജീവിച്ചിട്ട് ഇപ്പോഴാണോ അവൻ ഹാപ്പി അല്ല, ഫസ്മിനയുടെ കൂടെ ഹാപ്പി അല്ല എന്ന് ഈ Q&A കണ്ടപ്പോഴാണോ മനസ്സിലായത്? ഈ കല്യാണം കഴിഞ്ഞവരെല്ലാവരും ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഹാപ്പി ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തില്ല ഹാപ്പി ആണോ അല്ലേ എന്നുള്ള കാര്യം. പക്ഷെ ഈ ഫസ്മിനയ്ക്ക് ഈ Q&A നടത്തി ഇത്രയും നാളും കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് അവന് ഹാപ്പി അല്ല എന്നുള്ളത്. അല്ല, ഇവനെ പോലുള്ള ഈ ഒരു കാട്ടുകോഴിയിൽ നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നാളുള്ള വീഡിയോയിൽ ഫസ്മിന അഭിനയിച്ചുകൊണ്ടിരുന്ന പക്ക നാടകമാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. in 2025. ഈ വർഷം ഞങ്ങളുടെ നിക്കാഹ്, അതാണ് ബെസ്റ്റ്. എനിക്ക് ഈ വർഷം ഞാൻ ഒരു വണ്ടി എടുത്ത്, അതാണ് എനിക്ക്. അപ്പൊ നിക്കാഹ് നമ്മള് എന്തെങ്കിലും അച്ചീവ്മെന്റ്, ലൈക്ക് ഒരു വണ്ടി എടുക്കുന്ന അച്ചീവ്മെന്റ് അല്ലേ, ലൈക്ക് അതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. നിക്കാനും ഇഷ്ടമുള്ള ആളെ കിട്ടുന്നത് അച്ചീവ്മെന്റ് അല്ലേ? ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പുള്ളിക്കാരി ഒരു പെർഫെക്റ്റ് വൈഫായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടുമ്പോഴത്തേക്ക് മനസ്സിലാകത്തില്ല ഇത്രയും വൃത്തികെട്ട ഒരു ലൈഫാണ് അവരുടേത്. അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിക്കാരി വന്നിരുന്ന് കാണിക്കുകയാണ്. അല്ല, ഈ ഒരു സമയത്തൊക്കെ ഇവള് ഒരുപാട് ചാറ്റുകൾ പൊക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവൻ അത്രയും ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു Q&A ചെയ്യുന്നത്. ശരിക്കും ഇത്രയും നാളും പുള്ളിക്കാരി ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോകളൊക്കെ ചെയ്തു. പക്ഷെ അത് പൊളിഞ്ഞു. അതൊന്ന് റെഡിയാക്കി ഇനിയും ഓരോ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി റെഡിയാക്കി എടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. അതിനാണ് ഫസ്മിന ഇപ്പൊ നിൽക്കുന്നത്. അതാണ് ചൊവ്വാഴ്ച വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് അത് നേരെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഇനി വെള്ളിയാഴ്ച അങ്ങോട്ട് നീളോന്ന് അറിയത്തില്ല. സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ എഴുതിയിട്ടൊന്നും ശരിയാവുന്നൊന്നുമില്ല. അതായിരിക്കും തന്നെ വെളുപ്പിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വെളുപ്പിക്കലുമായിട്ട് എന്തായാലും ഫസ്മിന ഉടനെ എത്തും. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, നന്മയോ തിന്മയോ ഇല്ല, രണ്ടും തിന്മകൾ തന്നെയാണ്. രണ്ടും ഭൂലോക ഉടായ്പകളാണ്. ഇത് രണ്ടിലും ഏറ്റവും വലിയ ഉടായ്പ ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത്രയും നാളും ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ലല്ലു ആണ് ഏറ്റവും ഉടായ്പ എന്നാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഫസ്മിന ആണോ എന്നൊരു ഡൗട്ട്. ഇനി എന്താണെന്നുള്ളത് ഫസ്മിനയുടെ വീഡിയോ വരുമ്പോഴേ അറിയാം. എന്തായാലും വെള്ളിയാഴ്ച വീഡിയോ ആയിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ വെള്ളിയാഴ്ച കാണാം. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.